ഒരു പിടി ചിക്കനും കുറച്ച് ബ്രെഡും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാലേ, അതുപോലെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അത് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസാണ് കേട്ടോ വേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് മതി. ഇതിപ്പോൾ റെഡ് ആണ്, ഇനിയിപ്പോൾ ഗ്രീൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ സോസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കതിന് പകരം പിന്നെ മയോണൈസ് മാത്രം വെച്ചിട്ടും ചെയ്യട്ടോ. സോസ് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണെന്ന് മാത്രമാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ മയോണൈസും അതുപോലെ തന്നെ സോസൊക്കെ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ്സിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച ചിക്കനാണ് ചേർക്കേണ്ടത്. 1 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പ് മാത്രമായിട്ട് വേവിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് പിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെറും 1 കപ്പ് മാത്രം വേവിച്ച ചിക്കനെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ സവാള അതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ 2 ചെറിയ പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ഉടച്ചെടുത്തതാണ് കേട്ടോ. ഇത് നല്ല പോലെ സ്മാഷ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ മസ്റ്റാണ് കേട്ടോ. പൊട്ടറ്റോ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മല്ലിയില വേണം കേട്ടോ. കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ടത്. പിന്നെ പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എരിവിന് ചില്ലി സോസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ, നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ആവണം, പൊട്ടറ്റോയും ചിക്കനും സവാളയും സോസുകളൊക്കെ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഇല്ലാത്തൊരു പരിപാടി ഇല്ല അല്ലേ. സംഭവം എന്താ വെച്ചാൽ ബ്രെഡും ചിക്കനും പൊട്ടറ്റോ ഒക്കെ വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് എടുക്കണത്. മൈദയൊക്കെ കുഴച്ച് ഷീറ്റ് ഉണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക, അതൊക്കെ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലോട്ട് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ എടുക്കുക. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ കടലമാവോ എടുത്താലും മതി കേട്ടോ, കുഴപ്പമില്ല. ഏതാണ് ഇഷ്ടം വെച്ചാൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈദ 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. മൈദയിൽ മാത്രം ഇത് ചെയ്യാം കേട്ടോ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടും ചെയ്തെടുക്കാമെന്ന് മാത്രം കേട്ടോ. പക്ഷെ ഇതുപോലെ ചെയ്താലാണ് പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് കിട്ടുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ മൈദയും കോൺഫ്ലോറും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. നമ്മളൊരു മാവ് പരുവത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു സ്ലറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോൺഫ്ലോർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മൈദ മാത്രം ആയാലും മതി പറഞ്ഞത്. കടലമാവ് മാത്രമാണെങ്കിൽ അങ്ങനെ കേട്ടോ, അല്ലെങ്കിൽ കടലമാവും മൈദയും മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നല്ല തിക്കും അല്ല, നല്ല ലൂസും അല്ല. ഇനി നമ്മളൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ, നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ ആക്കി കൊടുക്കില്ല, അതുപോലെ നന്നായിട്ട് ആക്കി കൊടുക്കട്ടെ. കുറച്ച് കൂടുതൽ തന്നെ ആക്കി കൊടുത്തോളൂ. ഒരു ലെയറായിട്ട് തന്നെ നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതായത് സാൻഡ്വിച്ചിൻ്റെ രൂപത്തിലിട്ടത്. ഇപ്പോൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സാൻഡ്വിച്ചായി. ഇങ്ങനെ കഴിക്കാനൊരു രസമാണ് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണയിൽ വെച്ച് ഫ്രൈ ചെയ്ത് കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു സ്നാക്കായിട്ടൊരു ബോക്സ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതായത് സാൻഡ്വിച്ച് ബോക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതൊന്നും കൂടി മിക്സ് ചെയ്യാം കേട്ടോ, കാരണം പൊടിയൊക്കെ അടിയിൽ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നല്ല പോലെ എല്ലാ ഭാഗത്തും ആവാൻ പോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക കേട്ടോ. ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ എക്സ്ട്രാ കുറച്ച് മാവ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ മാവ് ഒലിച്ച് പൊയ്ക്കോളും. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. ബ്രെഡ് ക്രംസ് ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലേ നമ്മളെ സ്നാക്കിന്. നല്ലൊരു കോട്ടിങ് കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും കാണാനും ലുക്കിനും ഒക്കെ എന്താണെങ്കിലും നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും അത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അതങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ മാവ് ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്താലും മതി കേട്ടോ. പക്ഷെ ഇത് ഇത്രയും ഡിപ്പ് ചെയ്യണമെങ്കിൽ കുറേ മുട്ട വേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് പുറമെ മാത്രം ഒന്ന് മുരിഞ്ഞാൽ മതി. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. കാരണം ഫില്ലിങ്സും ബ്രെഡൊക്കെ ഓൾറെഡി കുക്കായതാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ലോക്കായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തത്. 2 ബ്രെഡും നന്നായിട്ട് ഒരു ബോക്സ് പോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഇനിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈ സ്നാക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. ഫില്ലിങ്സൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ അല്ലേ. അപ്പോൾ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ ഒന്ന് മതി ഒരാൾക്ക്, എന്നാൽ തന്നെ വയറ് നിറയും. പിന്നെ ചിക്കൻ്റെയും പൊട്ടാറ്റോൻ്റെയും മയോണൈസിൻ്റെ ഒക്കെ ഫില്ലിങ്സ് അല്ലേ, അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കണ്ടില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഇഫ്താറിന് ബ്രെഡും ചിക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം, കണ്ടില്ലേ.
നല്ല ടേസ്റ്റാണ്. സാൻഡ്വിച്ചൊക്കെ കഴിക്കുന്ന പോലെയാണ് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്രെഡും ഈ ഫില്ലിങ്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈഡ് കട്ട് ചെയ്ത് മാറ്റൊന്നും വേണ്ട കേട്ടോ ബ്രെഡിൻ്റെ. അപ്പോൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.